സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 11 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഡിസൈർ ടു ഇംപ്രൂവ്മെന്റ് വേണമെന്നുള്ളൊരു ആഗ്രഹം. നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ, ഇംപ്രൂവ്മെന്റ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഇംപ്രൂവ്മെന്റ് ഒരുപക്ഷെ പഠനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളോട് സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ചോ, അങ്ങനെ നിരവധി മേഖലകളിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മാറും. അത് നമുക്ക് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ആചരണമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി 1947 ഓഗസ്റ്റ് 15 മുതൽ 1958 ഫെബ്രുവരി 2 വരെ മൗലാന അബ്ദുൽ കലാം ആസാദ് സേവനമനുഷ്ഠിച്ചു. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്: വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ടഡ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് സിക്ക വൈറസസ് റീസെന്റ്ലി? ഇന്ത്യയിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഇതിന്റെ ഉത്തരം ഉത്തർപ്രദേശ്. സിക്ക വൈറസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഏറ്റവും കൂടുതലായിട്ട് സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഇത് ഏറ്റവും കൂടുതൽ, ഏതാണ്ട് 90ഓളം പേർക്കാണ് സിക്ക വൈറസ് ബാധിച്ചിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും JD's കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. നെയിം ഓഫ് ദ ഫസ്റ്റ് ഇന്ത്യൻ ലേമാൻ ടു ബി കൺഫേർഡ് സെയിൻഹുഡ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഫ്രം ദി ഹിന്ദു ഇൻ ദി 18th century. 18ാം നൂറ്റാണ്ടിൽ ഹിന്ദുവിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച, വിശുദ്ധ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സാധാരണക്കാരന്റെ പേര്? ദേവസഹായം പിള്ളെ. 18ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം സ്വീകരിച്ച് ഹിന്ദുമത വിശ്വാസിയായ ദേവസഹായം പിള്ള വിശുദ്ധ പദവി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സാധാരണക്കാരനാകും. മെയ് 15 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റ് 6 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധരായി പ്രഖ്യാപിക്കും. Who won the ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗുരുവായൂർ ദേവസ്വം? ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? തിരുവിഴ ജയശങ്കർ. ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രമുഖ നാദസ്വരം കലാകാരനായ തിരുവിഴ ജയശങ്കറിന് ലഭിച്ചു. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി നാദസ്വരം രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഈ പുരസ്കാരം. നവംബർ 29 ഗുരുവായൂരിൽ നടക്കുന്ന 47ാമത്തെ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തിന് ഈ അവാർഡ് സമ്മാനിക്കും. In which airport of Dubai the Indian Air Force is participating in the Dubai show, which is scheduled to be held from November 14 to 18? നവംബർ 15 മുതൽ 18 വരെ നടക്കാനിരിക്കുന്ന ദുബായ് ഷോയിൽ ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുക്കുന്നത് ദുബായിലെ ഏത് വിമാനത്താവളത്തിലാണ്? അൽ മക്തോം ഇന്റർനാഷണൽ എയർപോർട്ട്. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ദുബായ് എയർ ഷോയിൽ ഇന്ത്യൻ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് പ്രദർശിപ്പിക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സാരംഗ് ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമും സൂര്യകിരൺ എയറോബറ്റിക്സ് ഡിസ്പ്ലേ ടീമും പ്രകടനം കാഴ്ചവെക്കും. സാരംഗ്, സൂര്യകിരൺ എയറോബറ്റിക്സ് ടീമുകളെ പങ്കെടുക്കാൻ UAE ഗവൺമെന്റ് ഇന്ത്യൻ എയർഫോഴ്സിനെ ക്ഷണിച്ചുവെന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. ഹൗ ഡീപ് ക്യാൻ ദി ഇന്ത്യൻ നേവി ഡീപ് സബ്മർജൻസ് റെസ്ക്യൂ വെഹിക്കിൾ DSRV ഗോ? ഇന്ത്യൻ നാവികസേനയുടെ ഡീപ് സബ്മർജൻസ് റെസ്ക്യൂ വെഹിക്കിളിന് എത്ര ആഴത്തിൽ പോകാനാകും? 650 meters.
DSRVക്ക് പരമാവധി 650 മീറ്റർ ആഴത്തിൽ പോയി 14 പേരെ ഒറ്റയടിക്ക് രക്ഷിക്കാനാവും. നാവികസേന UK-യിൽ നിന്ന് 2 DSRVകൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് 2018 അവസാനത്തോടെ മുംബൈയിലും രണ്ടാമത്തേത് 2019 ആദ്യം വിശാഖപട്ടണത്തും പ്രവർത്തനക്ഷമമാക്കി. 2021 നവംബർ 7 ആരംഭിച്ച ഗോവെ മാരിടൈം കോൺക്ലേവ് ഇതിന്റെ 3ാമത്തെ പതിപ്പിൽ നാവികസേന അന്തർവാഹിനി രക്ഷാപ്രവർത്തന ശേഷി പ്രദർശിപ്പിച്ചു. ഇന്ത്യയാണ് ഈ പ്രാവശ്യം മാരിടൈം കോൺക്ലേവ് ആതിഥേയം വഹിച്ചത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ 12 രാജ്യങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. Who has become India's wealthiest self-made female billionaire according to Bloomberg Billionaires Index? ബ്ലൂംബർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ സ്വയം വളർന്ന വനിതാ ശതകോടീശ്വരിയായി മാറിയത് ആരാണ്? ഫാൽഗുണി നായർ. ബ്ലൂംബർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് പ്രകാരം 58-കാരിയായ നൈക്കയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്ഥാപകയുമായ ഫാൽഗുണി നായർ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും ധനികനായ സ്വയം വളർന്ന വനിതാ ശതകോടീശ്വരിയാണ്. 2012 ഫാൽഗുനി നായർ സ്ഥാപിച്ചതും മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ ഒരു ഇന്ത്യൻ ഇ-കൊമേഴ്സ് കമ്പനി നൈക്ക സൗന്ദര്യം, ആരോഗ്യം, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്പുകൾ 76 ഓഫ്ലൈൻ സ്റ്റോറുകൾ വഴി വിൽക്കുന്നു. The Basava Award received by the renowned Sarot Master Pandit Rajiv Taranath is an award of which state? പ്രശസ്ത സരോത്ത് മാസ്റ്റർ പണ്ഡിറ്റ് രാജീവ് താരാനാഥിന് ലഭിച്ച ബസവ അവാർഡ് ഏത് സംസ്ഥാനത്തിന്റെ അവാർഡാണ്? കർണാടക സ്റ്റേറ്റ്. പ്രശസ്ത സരോത്ത് വിദ്വാൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥിന് 2011 നവംബർ 10 മൈസൂറിലെ ചിത്രദുർഗയിലെ ശ്രീ ജഗദ്ഗുരു മുരുക്കരാജേന്ദ്ര ബുഹൻ മഠത്തിന്റെ ബസവ കേന്ദ്രം നൽകുന്ന അഭിമാനകരമായ ബസവശ്രീ അവാർഡ് ലഭിക്കും. 88-കാരനായ പ്രമുഖ സംഗീതജ്ഞന് 2019 അവാർഡ് ആണ് നൽകുന്നത്. Which country delivered PNS Tugril, the most advanced warship to Pakistan? ഏറ്റവും അത്യാധുനിക യുദ്ധക്കപ്പലായ PNS തുഗ്രിൽ പാകിസ്ഥാനിൽ കൈമാറിയ രാജ്യം? ചൈന. ബീജിംഗ് ഇതുവരെ കയറ്റുമതി ചെയ്തതിൽ വെച്ച് ഏറ്റവും വലുതും അത്യാധുനികമായ യുദ്ധക്കപ്പൽ ചൈന പാകിസ്ഥാന് കൈമാറിയതായി ചൈനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്കുള്ള ഒരു ചോദ്യമാണ്. വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ വിൽ ബി ദ നെക്സ്റ്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്. വാട്ട് ഇസ് ദ ഈക്വൽ റാങ്ക് ഓഫ് വൈസ് അഡ്മിറൽ ഇൻ ദി ആർമി? വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ ആണ് അടുത്ത നാവികസേനാ മേധാവി. ആർമിയിൽ വൈസ് അഡ്മിറലിന് തുല്യ പദവി എന്താണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. ജെഡിസ് കറണ്ട് അഫയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ നൽകിയത്. നമുക്ക് നാളെ വീണ്ടും കാണാം. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.